നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല റിഫ്രഷിങ്ങും കളർഫുള്ളും ആയിട്ടുള്ള 4 വ്യത്യസ്ത രുചികളിലുള്ള സമ്മർ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ജ്യൂസുകൾ എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ ഈ സമയത്തൊക്കെ നാട്ടിൽ നല്ല ചൂടല്ലേ, അപ്പോൾ ചൂടുള്ള സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ജ്യൂസുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കേണ്ട ജ്യൂസുകളുടെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കിയാലോ. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 6 കാഷ്നട്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 2 ഏലക്കായ എടുത്തിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ ഏലക്കായ നമ്മൾ തൊലി കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ ഒരു കുരു മാത്രമാണ് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അരഞ്ഞു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ 6 കാഷ്നട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ കുതിർത്തിയെടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഏലക്കായ ഒന്ന് തൊലി കളഞ്ഞെടുക്കുക, അതിനുശേഷം ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഏലക്കായ ചേർക്കുമ്പോൾ നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെ ഈ ഒരു നാരങ്ങ വെള്ളത്തിന് വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു വലിയ നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങയുടെ നീര് നമുക്ക് പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ ഒരു അളവിന് ഇത് കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ചെറിയ നാരങ്ങയാണെങ്കിൽ നിങ്ങൾക്കൊരു 1.5 നാരങ്ങയൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കൂൾ ബാറുകളിൽ നിന്നൊക്കെ കുടിക്കില്ലേ, അതിൻ്റെ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നാരങ്ങ നീര് മുഴുവനായിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കളറ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയണത്. അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തണുത്ത വെള്ളമായിരിക്കും ഇതിന് നന്നായിട്ട് വരിക. അപ്പോൾ തണുത്ത വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഞാനൊരു 2 ടേബിൾ സ്പൂണോളം അളവിൽ മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണുള്ളൂ. അതിനുശേഷം നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ വെള്ളം ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ചേർത്ത് കാഷ്നറ്റും ഇഞ്ചിയൊന്നും അരഞ്ഞു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തന്നെ ആയിരിക്കും പഞ്ചസാരയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് അലിഞ്ഞു വരിക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുകയാണ്. തണുപ്പോട് കൂടി ആകുമ്പോഴായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് വരിക. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തണുത്ത വെള്ളമായിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. പിന്നെ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കി അപ്പം തന്നെ കുടിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതെല്ലാം കൂടി ഞാനൊന്ന് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കളറ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്രഷ് ആയിട്ട് കുടിക്കുമ്പോഴായിരിക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. ആ ഒരു ഇഞ്ചിയുടെ ചെറിയ ടേസ്റ്റും അതുപോലെ ഏലക്കായയുടെ ഒരു ഫ്ലേവറും എല്ലാം കൂടി വരുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ മാറും. പിന്നെ ഇതിൻ്റെ കളറ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഡ്രിങ്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇനി ഇത് നമുക്കൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കുക്കുംബറിൻ്റെ അളവാണ് ഞാനിപ്പോൾ പറയണത്. അപ്പോൾ കുക്കുംബർ എന്ന് പറയുമ്പോൾ ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. നമ്മുടെ ശരീരം തണുപ്പിക്കാനൊക്കെ വളരെ നല്ലത് തന്നെയാണ്. ഇനി ഇതിലേക്ക് ഒരു 6-7 പുതിനയില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുതിനയില ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആയിട്ട് മാറും. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്കും 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ടേബിൾ സ്പൂൺ മുതൽ ഒരു 6 ടേബിൾ സ്പൂണൊക്കെ വരെ ആവാട്ടോ. ഇതിപ്പോൾ ഒരു സാധാരണ രീതിയിലുള്ളൊരു മധുരം തന്നെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കണത്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടിയും ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പുളിക്കനുസരിച്ച് നാരങ്ങയുടെ വലിപ്പത്തിനനുസരിച്ചൊക്കെ നാരങ്ങ നീരിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നാരങ്ങ നീര് മുഴുവനായിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്. ഇപ്പോൾ കുക്കുംബറല്ലേ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത്, അപ്പോൾ ആവശ്യത്തിന് പുളി വേണമല്ലോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അരഞ്ഞു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഇതൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം 2 കപ്പ് അളവിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ നോക്കിയിട്ട് പഞ്ചസാര കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം.
ഇപ്പം നമ്മൾ ഈ തയ്യാറാക്കിയ പുതിനയും അതുപോലെ കുക്കുംബറും ഒക്കെ കൂടി ചേർത്തിട്ടുള്ള ഈ ഒരു ഡ്രിങ്കും ഫ്രഷ് ആയിട്ട് കുടിക്കാനായിരിക്കും കൂടുതൽ നന്നായിട്ട് തന്നെ വരിക. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ എല്ലാം അരിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അപ്പോഴായിരിക്കും നന്നായിട്ട് വരിക. അല്ലാന്നുണ്ടെങ്കിൽ തരികളൊക്കെ പോലെയൊക്കെ എടുക്കുമ്പോൾ അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. നല്ല ഗ്രീൻ കളറോട് കൂടിയ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. നിങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ സെർവ് ചെയ്യാവുന്ന നല്ല അടിപൊളി ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടത്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാനിനിയിപ്പോൾ തയ്യാറാക്കണത് മുന്തിരി ജ്യൂസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 മുതൽ 2.5 കപ്പ് വരെ അളവിൽ മുന്തിരി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിയാണ്, കുരുവില്ല. അപ്പോൾ കുരുവുള്ള മുന്തിരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ മുന്തിരി നന്നായിട്ട് കഴുകിയെടുത്തതാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് സമയം ഉപ്പ് വെള്ളത്തിൽ, അതായത് ഉപ്പിട്ടിട്ട് കുറച്ച് സമയം സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. അതിന് ശേഷം പിന്നെ കഴുകിയെടുത്തു കേട്ടോ. ഇനി ഈ മുന്തിരിയിലേക്ക് ഒരു 2 കപ്പ് അളവിൽ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കണത്. ഇതിപ്പോൾ നല്ല മധുരമുള്ള മുന്തിരിയാണ്. അപ്പോൾ കൂടുതൽ പുളിയുള്ള മുന്തിരിയാണെങ്കിൽ നിങ്ങൾ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കുക കേട്ടോ, അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക. ഇനി നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം, അപ്പോഴായിരിക്കും ഈ ഒരു ജ്യൂസ് നന്നായിട്ട് തന്നെ വരിക. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് മതി. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. മുന്തിരി ചെറുതായിട്ടൊന്ന് പൊട്ടി വന്ന് തുടങ്ങിയിട്ടുമുണ്ട്. ഈ ഒരു സ്റ്റേജിൽ തന്നെ മതി. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ബോൾ ഗ്രേപ്പ് ജ്യൂസിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാമെന്നുള്ളവർക്ക് കണ്ടു നോക്കട്ടെ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷമാണ് പിന്നെ നമ്മളിത് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ബോൾ ഗ്രേപ്പ് ജ്യൂസ് ആകുമ്പോൾ നമ്മൾ പിന്നെ ഇത് അരച്ചെടുക്കല്ല, സാധാരണ രീതിയിൽ ചെയ്യുക. കണ്ടില്ലേ, അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ മുന്തിരിയുടെ പുളിക്കനുസരിച്ച് നമുക്കിതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല മധുരമുള്ള മുന്തിരിയായ കാരണം ഞാൻ കുറച്ച് നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പുളിയുള്ള മുന്തിരിയാണെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് അരിച്ചെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അതായത് ഇപ്പോൾ തലേദിവസമൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാവുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് കേടായി പോകുന്നില്ല, നമ്മളിത് കുക്ക് ചെയ്തെടുക്കണ കാരണം തന്നെ. കണ്ടില്ലേ, ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മധുരമൊക്കെ ആവശ്യത്തിന് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തണുപ്പിച്ചെടുത്തതിന് ശേഷം കുടിക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിട്ട് തന്നെ വരിക. അതുപോലെ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ടാണ് ഐസ് ക്യൂബ്സ് ഒന്നും ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പഴുത്തൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ആവശ്യമില്ല, ഒരു ചെറിയ കഷ്ണം തന്നെ മതി കേട്ടോ. ഞാനിപ്പോൾ പകുതിയോളം പൈനാപ്പിൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലെൻഡറിലേക്ക് ഈ പൈനാപ്പിൾ കഷ്ണങ്ങൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയ കുറച്ച് എങ്ങനെയാണെന്ന് വെച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പച്ചമുളക് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ട് സ്പൈസി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കൂടുതൽ എരിവ് വേണ്ടെങ്കിൽ പച്ചമുളക് ഒരു ചെറിയ കഷ്ണം തന്നെ മതി, അല്ലെങ്കിൽ നമ്മൾ എടുക്കണ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി ഇതിലേക്കൊരു 5-6 പുതിനയില കൂടി ഞാൻ ചേർത്ത് കൊടുക്കണം. പുതിനയില ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ട് തന്നെ മാറും. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയും പൈനാപ്പിളിൻ്റെ പുളിക്കനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു 6 ടേബിൾ സ്പൂണോളം അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മുളകും ഒക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് വെള്ളമാണ്. അപ്പോൾ 2 കപ്പ് അളവിൽ സാധാരണ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 2 നുള്ളു കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം, അപ്പോഴും നന്നായിട്ട് തന്നെ വരും. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഈ ഒരു ജ്യൂസ് നമുക്ക് തണുപ്പിച്ചെടുത്തതിന് ശേഷം അങ്ങനെ കുടിക്കാവുന്ന ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഏത് ഡ്രിങ്ക് ആണെന്നുണ്ടെങ്കിലും തണുപ്പോട് കൂടി ആകുമ്പോഴായിരിക്കും കുറച്ച് ടേസ്റ്റ് വൈസ് കുറച്ച് നന്നായിട്ട് തന്നെ വരിക. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ പൈനാപ്പിൾ ജ്യൂസും റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് സ്പൈസി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ചൂടുള്ള സമയത്ത് കുടിക്കാവുന്ന 4 കളർഫുള്ളായിട്ടുള്ള ഡ്രിങ്കുകൾ അല്ലെങ്കിൽ ജ്യൂസുകളും കണ്ടില്ലേ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസുകൾ തന്നെയാണ് ഇത് 4ഉം തന്നെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സമ്മർ ഡ്രിങ്ക്സ് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ സെർവ് ചെയ്യാവുന്ന നല്ല അടിപൊളി ഡ്രിങ്ക്സിൻ്റെ റെസിപ്പികൾ തന്നെയാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. പിന്നെ എന്താ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുടെ വീണ്ടും കാണാം.